ഇനി നമുക്ക് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് പോകാം. ഞങ്ങളുടെ പ്രതിനിധി ജിഷ്ണു കൃഷ്ണൻ അവിടെ തയ്യാറായി നിൽപ്പുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ സമഗ്ര മാറ്റമായ വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പാസാക്കാനൊരുങ്ങി കേന്ദ്രം. ലോക്സഭയുടെ ഇന്നത്തെ അജണ്ടയിലും ഈ ബില്ല് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്നലെ ബിൽ അവതരിപ്പിച്ചിരുന്നു. തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉൾപ്പെടെ സമഗ്ര മാറ്റമാണ് പദ്ധതിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ജിഷ്ണുവിലേക്ക് തന്നെ പോകാം. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ജിഷ്ണു, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഇന്ന് ലോക്സഭയുടെ അജണ്ടയിലും ഈ പുതിയ ബില്ല് VB-G Ramji ബില്ല് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. ഈ പദ്ധതിയിൽ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സമഗ്രമായ മാറ്റമാണ് കേന്ദ്ര സർക്കാർ ഈ ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പേരിൽ മാറ്റം വരുത്തുന്നു. ഒപ്പം തൊഴിൽ ദിനങ്ങളിലും വേതനം നൽകുന്നതിലും അതിൻ്റെ ക്രമീകരണങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതം എന്നിവ സംബന്ധിച്ചതിലെല്ലാം തന്നെ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നു തൊഴിൽ മേഖലയിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ഗുണകരമാകുന്ന രീതിയിലാണ് ഈ ബില്ല് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇന്നലെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചു. പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കുന്നു. ഒന്ന്, ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്ന VB-G Ramji ബിൽ എന്ന, അല്ലെങ്കിൽ ആ VB-G Ramji എന്ന പുനർനാമകരണം ചെയ്തുകൊണ്ടാണ് ഈ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഈ പദ്ധതിയിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് ഒഴിവാക്കി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ പ്രതിഷേധം പ്രതിപക്ഷാംഗങ്ങൾ ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് ഉണ്ടെങ്കിൽ പോലും ലോക്സഭയിൽ നിലവിൽ ബില്ല് പാസ്സാക്കാനുള്ള അംഗസംഖ്യ തികയ്ക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. NDAക്ക് 300-ൽ കൂടുതൽ MP-മാരുണ്ട്. കൂടാതെ YSR കോൺഗ്രസിൻ്റെ പിന്തുണ NDAക്കുണ്ട്. അത്തരത്തിൽ ബില്ല് പാസ്സാക്കാനുള്ള അംഗസംഖ്യ നിലവിൽ ലോക്സഭയ്ക്കുള്ളിൽ NDAക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇന്നലെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇന്നലെ ആ ബില്ല് അവതരിപ്പിച്ചു. ഇന്നും അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ആ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയെടുക്കാനായിരിക്കും കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ബില്ലിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നേരത്തെ 2005-ൽ ഈ പാർലമെൻറ്റ് തന്നെ ഈ ബില്ല് പാസ്സാക്കുമ്പോൾ ആ ബില്ലിൻ്റെ പേര് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് മാത്രമായിരുന്നു. 2009-ൽ മൻമോഹൻ സിംഗ് സർക്കാരാണ് ആ പദ്ധതിക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത്. അതായത് പദ്ധതിയുടെ പേര് നേരത്തെ ഒരു തവണ മാറ്റിയിട്ടുള്ളതാണ്. അത് നിലവിൽ കേന്ദ്ര സർക്കാർ വീണ്ടും സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ച് മാറ്റുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു മാറ്റം എന്നുള്ളത് നിലവിൽ 100 ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടിയാണ് നൽകുന്നത്. അത് മാറ്റിക്കൊണ്ട് 125 ദിവസമായി തൊഴിൽ ഉയർത്താനുള്ള നിർദ്ദേശം ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തൊഴിൽ കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ പരമാവധി 15 ദിവസത്തിനുള്ളിൽ വേതനം ഉറപ്പായും എത്തിച്ചു നൽകണം. അതല്ലെങ്കിൽ അതിനുശേഷം തൊഴിലില്ലായ്മ വേതനം നൽകണം എന്ന നിർദ്ദേശം കൂടി ആ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ വേതനം നൽകുന്നതിൻ്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനവും വഹിക്കണം. അതിൽ ചില മാറ്റങ്ങളുള്ളത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയൻ സംസ്ഥാനങ്ങളിലുമാണ്. അവിടെ 90% കേന്ദ്രം വഹിക്കും, ബാക്കി 10% മാത്രം സംസ്ഥാനം വഹിച്ചാൽ മതി. അത്തരത്തിൽ സമഗ്രമായ മാറ്റം ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അതിൻ്റെ പേരിലും ഘടനയിലും കൊണ്ടുവന്നിരുന്ന ബില്ലാണ് ഇന്നലെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഇന്നത് ലോക്സഭയിൽ പാസ്സാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അനിൽ നമ്പ്യാർ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ സമഗ്ര മാറ്റമായ വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പാസാക്കാൻ ഒരുങ്ങി കേന്ദ്രം. ലോക്സഭയുടെ ഇന്നത്തെ അജണ്ടയിൽ ബില്ല് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്നലെ ബിൽ അവതരിപ്പിച്ചിരുന്നു. തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉൾപ്പെടെ സമഗ്ര മാറ്റമാണ് പദ്ധതിയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജിഷ്ണുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.